കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മായച്ചൊന്ന് വേഗം വന്നേ. എന്താടി? ദേ ഒരു അത്ഭുതം കാണിച്ചാലും വാ. നിനക്കല്ലെങ്കിൽ ഈ ഇടയായിട്ട് ഒരുപാട് അത്ഭുതം കാണിക്കലുണ്ട്. നീ കാര്യം പറയും. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം. നീ ഇതെങ്ങോട്ട് എന്നെ കൊണ്ടുപോന്നേ? വാ മായച്ചി, നടക്കങ്ങോട്ട്. മതി കേട്ടോ, നേരെ ഇരിക്ക. ഇത് കൊള്ളാലോ. കമലടത്തിയുടെ ജോലി മുഴുവൻ ഇവളെ ഏറ്റെടുത്തു. ഹലോ, എന്താ ഇവിടെ പരിപാടി? ഇവക്ക് ഭയങ്കര തലവേദനയാണമ്മേ. ആണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാ അമ്മേ. അല്ല, എന്നാ പിന്നെ നല്ല ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിച്ചൂടെ? ഓ, ഇതിന് ഡോക്ടറെ ഒന്നും കാണേണ്ട കാര്യമില്ലെന്നേ. ഈ എണ്ണ ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാ മതി. ഒരാഴ്ച ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാലേ പിന്നെ ഒരു തലവേദനയും വരില്ല. എന്തെണ്ണയാ ഇത്? ഇതാണ് ദന്തപാലയുടെ എണ്ണ. ദന്തപാലയുടെ എണ്ണയോ? ദന്തപാലയുടെ എണ്ണയല്ല, ദന്തപാലയുടെ ഇലയിട്ടുണ്ടാക്കിയ എണ്ണയാ. ഇത് തേച്ചാലേ എല്ലാ തലവേദനയും പോവും. വെരി ഗുഡ്. എനിക്കും കൂടി കുറച്ച് ഇത് തേക്കാം. പിന്നെന്താ? അല്ല, ഈ എണ്ണ എവിടുന്നാ കൊണ്ടുവന്നേ? എന്റെ വീട്ടിൽ നിന്ന്. അല്ലാതെ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? കഴിഞ്ഞ തവണ പോയപ്പോഴേ അവിടെ ഇരുന്നത് കുറച്ച് ഞാൻ ഇങ്ങ് എടുത്തിട്ട് വന്നതാ. എന്നിട്ട് നീ ഇത് ഞങ്ങൾക്കാർക്കും തന്നില്ലല്ലോ. ഇതുപോലെ ഓരോ ദിവസം പോലും ഞങ്ങളുടെ ഒന്നും തലയിൽ ഇത് തേച്ച് വന്നിട്ടില്ലല്ലോ. നിങ്ങളെപ്പോലെയാണോ ഹരിപ്രിയ? ഹരിപ്രിയക്ക് പിന്നെന്താ, കൊമ്പുണ്ടോ? അതെ, താരേച്ചി ചോദിച്ചതിന് ഒരു തെറ്റുമില്ല. ഈ വീട്ടിൽ എപ്പോഴും ജ്യോതിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളല്ലേ? ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ജ്യോതി ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടോ? അയ്യടാ, ഞാനിവിടെ മസാജിങ് സെന്റർ ഒന്നും നടത്തുന്നില്ല. ഇത് പിന്നെ ഹരിപ്രിയക്ക് വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് തലവേദന എനിക്ക് തേച്ചു കൊടുക്കുന്നില്ലേ. ഓ, ആഹാ, അത് ശരി. എന്നാലേ എനിക്കും ഇപ്പൊ ഇത്തിരി തലവേദനയുണ്ട്. എന്റെ തലയിൽ ഇത്തിരി തേക്കണം. അത് കൊള്ളാലോ. അമ്മയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് അസുഖം വന്നോ? അമ്മയ്ക്ക് ഞാൻ പിന്നെ സ്പെഷ്യൽ ആയിട്ട് തേച്ചു തരാം. ആദ്യം ഞാൻ ഇവൾക്കൊന്ന് തേച്ചു കൊടുക്കട്ടെ. മതിന്നേ, കുറച്ചു നേരം കൂടി, ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യണം. അമ്മ എന്തിനാ ഇപ്പൊ ഈ അലാറം അടിച്ചത്? എന്താ അമ്മ ഉണ്ടായത്? ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് കാണിച്ചോ? ഞങ്ങളാകെ പേടിച്ചുപോയി. അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? വെറുതെ ഇരുന്ന് അലാം അടിക്കാൻ. നോ ബേട്ടി, യു മിസ്റ്റേക്ക്, ഐ കറക്റ്റ്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനാ ഞാൻ ഈ അലാറം അടിച്ചത്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മ ഞങ്ങളെ കളിയാക്കാണോ? നോ കളിയാക്കൻ, ഇറ്റ് ഈസ് കാര്യം. നിങ്ങളോട് ഞാനൊരു കാര്യം ആസ്ക് ചെയ്യട്ടെ? അമ്മ ചോദിക്ക. നിങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? അങ്ങനെ ചോദിച്ചാ അതിനങ്ങനെ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റോ? അമ്മ കാര്യം പറ. എന്താ സർപ്രൈസ്? നിങ്ങളിപ്പോ ആരെ കാണണോന്നാ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നേ? ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, അല്ലാതെ ആരെയാ? ആണല്ലോ. ഉറപ്പല്ലേ? അതെ, ഉറപ്പ് തന്നെ. എന്നാ പിന്നെ ദാ കണ്ണ് നിറയെ കണ്ടോ നിങ്ങളുടെ ഹസ്ബൻഡുമാരെ. ഡാ മക്കളെ, വാടാ മക്കളെ, വാ. ഇപ്പൊ കണ്ടില്ലേ സർപ്രൈസ്? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?
വാടാ മക്കളെ. എപ്പോഴാ ശ്രീയേട്ട വന്ന്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ദിസ് ഈസ് മൈ സർപ്രൈസ്. നിങ്ങൾ പോലും അറിയാതെ ഇവരെ ഇതിനകത്ത് കൊണ്ടുവന്നില്ലേ ഞാൻ? നിങ്ങളോട് പറഞ്ഞ വാക്കുതാ ഞാൻ പാലിച്ചു. എന്തൊരു കോല ഇത്, കണ്ടിട്ട് എത്ര നാളായി. സുഖാണോ? നോ 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 നോ. അതൊക്കെ നമുക്ക് ശരിയാക്കി. ഇവിടെ വച്ചു നോ കെട്ടിപ്പിടുത്തം. അതൊക്കെ റൂമിൽ ചെന്നിട്ട് മതി. ഗോ 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 ടു റൂം, ഗോ ടു റൂം. പോടി ഇവിടുന്ന്. അവളുടെ ഒരു താങ്ക്സ്. മൈ ലിറ്റിൽ കണ്ണ. ഹോ, അവരുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഇതിനേക്കാൾ വലിയ ഹാപ്പി എന്തുണ്ട്? ഇനി അവരുടെ ഹസ്ബൻഡായി, വൈഫായി, അവരുടെ പാടായി. അവരൊക്കെ എന്നും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടാ മതി. ഞാനും ഹാപ്പിയാവും, ഈ അമരാവതിയും ഹാപ്പിയാവും. താങ്ക്സ് കണ്ണ. താങ്ക് യു വെരി മച്ച്. എന്നെ അവള് തല്ലി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. നിന്നെ തല്ലാൻ മാത്രം നീ എന്ത് തെറ്റാ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല. ഹരിപ്രിയക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡാ അവളും അമ്മയും കൂടി കഴിച്ചത്. എന്നിട്ട് ഞങ്ങളെ പട്ടിണി കിട്ടും. അവളിപ്പോ അമ്മായിയമ്മ കളിക്കുക. ഇതിനി സഹിക്കാൻ പറ്റത്തില്ല ശ്രീയേട്ട. അങ്ങനെയാണെങ്കിലേ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഞങ്ങള് ഡിക്കയോട് വഴക്കുണ്ടാക്കിയിട്ടാ ഇപ്പൊ നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഡിക്കയോട് തന്നെ ചോദിച്ചു നോക്ക്. ബാലു, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഞങ്ങൾ 3 പേരും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? ജ്യോതി അമ്മയാവുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അമ്മമാരാവണം. ഗോകുൽ എന്തോന്നും പറയാത്തെ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഞങ്ങൾക്കുടനെ അമ്മമാരായേ പറ്റൂ. താരെ, ഇത് മത്സരിക്കാനുള്ള കാര്യമാണോ? ഒരാളോടുള്ള വാശിക്കാണോ അമ്മയാവാൻ തീരുമാനിക്കേണ്ടത്? ഇത് അവളോടുള്ള വാശി തന്നെയാ. അതിനു വേണ്ടിയാ കഷ്ടപ്പെട്ട് ഡിക്കയോട് വഴക്കിട്ട് നിങ്ങളെ കൂടി തിരിച്ചുകൊണ്ടുവന്നേ. ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായേ പറ്റൂ. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ആദ്യം ഉണ്ടാവണോ അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണം എന്നൊക്കെ ഈശ്വരൻ തീരുമാനിക്കട്ടെ. പക്ഷേ ഇനി അവളെ അമ്മായിയമ്മ കളിക്കാൻ വിടില്ല, അത് സത്യം. ശ്രീയേട്ടൻ എന്താ ഒന്നും മറുപടി പറയാത്തത്? നമുക്ക് ഡോക്ടറെ പോയി കാണാം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. എന്ത് കാര്യം? ഇനി എന്ത് കാര്യം സംസാരിക്കാനുള്ള? അല്ല, പഴയ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയണമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. എടോ, താൻ വിഷമിക്കണ്ട, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ആദ്യം നമുക്ക് ഡോക്ടറെ കാണാം, എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. അത് തന്നെ ഞാനും പറയുന്നത്. ഇനി ഈ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ. അതിന് ഞങ്ങൾ നിൽക്കില്ല എന്ന് ആരാ പറഞ്ഞേ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത്. ഇല്ലെങ്കിലേ കൊല്ലിഞ്ഞ്. പഴയ കാര്യങ്ങൾക്ക് ഡോക്ടറോട് തുറന്നു പറയാലോ അല്ലേ? പറയണം, എല്ലാ കാര്യങ്ങളും പറയണം. ഇനി എനിക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ. ഡികെ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളാരും ഇവിടെ അടിമകളൊന്നും അല്ല. അങ്ങനെ ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. പക്ഷേ പ്രവൃത്തി അതുപോലെയാണ്. നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നത്. ഇതൊരു കൂട്ടുകുടുംബമാണ്, അത് മറക്കരുത്. അതിനുവേണ്ടി ഞങ്ങളുടെ ഭാര്യമാർ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. താരെ ജ്യോതി തല്ലി. അതെന്തിനാണെന്ന് അന്വേഷിച്ചില്ലേ? ഡികെ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവരോട് പറഞ്ഞു. താര ഒരു കുസൃതി കാണിച്ചു, ജ്യോതി അതിനെ വലുതാക്കി.
ഞങ്ങളുടെ ഭാര്യമാരെ ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അതിന് മറ്റാരെയും ഞങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുമില്ല. ജ്യോതി ചെയ്തത് തെറ്റാണ്, അതിന് മാപ്പ് പറയണം. ഇവര് കഥ മാറ്റിയിരിക്കുക. തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ന്യായീകരിക്കുക ഇവർ ചെയ്യുന്നത്. ഞാൻ ഇവരുടെ അമ്മായിയമ്മയുടെ സ്ഥാനത്താ. ഇവര് തെറ്റ് ചെയ്താ ഇനിയും ശിക്ഷിക്കും. അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ മാത്രം ഇവർ ചെയ്ത തെറ്റെന്താ? അത് ജ്യോതി തന്നെ വിശദീകരിക്കട്ടെ. ഇനി എന്തിനാ വിശദീകരിക്കുന്നത്? വേണം. നീ പറഞ്ഞ കഥ മാത്രമല്ലല്ലോ, സത്യം എന്താന്ന് ഇവരറിയണ്ടേ? ശ്രീറാം, അതിഥിയെ ദൈവത്തെ പോലെ കരുതി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്ന ഒരാളെ അപമാനിക്കാൻ ശ്രമിച്ചത് ശരിയാണോ അതോ തെറ്റാണോ? അതും ആഹാരത്തിൽ മായം കലർത്തി. ഞാൻ ജ്യോതിയെ ന്യായീകരിക്കല്ല, പക്ഷേ ഇവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നോടുള്ള വിരോധം തീർക്കാൻ നീ ജ്യൂസിനകത്ത് ഉപ്പ് വരിയിടും അല്ലേടി? ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഞാൻ തല്ലിയത് തെറ്റ് തന്നെയാ, അത് ഞാൻ സമ്മതിച്ചു. ഇവർ ചെയ്യുന്ന തെറ്റ് തിരുത്താൻ എനിക്ക് അവകാശമില്ലെങ്കിൽ ഇനി ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ഇനി ഇവർ ഈ തെറ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇവർ പറഞ്ഞത് ഞങ്ങൾ അതുപോലെ വിശ്വസിച്ചു. ഇത്ര വലിയ തെറ്റും ചെയ്തിട്ട് ഇവരതിനെ മറച്ചു വെച്ചതാണ് തെറ്റ്. ജ്യോതി, കാര്യം അറിയാതെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ചെയ്തതാണ് തെറ്റ്. നിനക്ക് അടി കിട്ടിയാൽ ഒരു തെറ്റുമില്ല. ഇനി മേലിൽ ഈ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചതിന് ശിക്ഷ വേറെ തരേണ്ടതാ. വേണ്ട ശ്രീറാം, ഇനി ഇത് വലുതാക്കണ്ട. ഇവർ കാര്യം മനസ്സിലാക്കി ഇനിയെങ്കിലും ഒന്ന് പെരുമാറിയാൽ മതി. ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ തല്ലു വാങ്ങേണ്ടി വരും. അത് ശരി. അപ്പോ നിങ്ങൾ ഇവരുടെ കൂടെ കൂടിയല്ലേ? മിണ്ടരുത്. ഇത് DKയുടെ കുടുംബമാ. ഞങ്ങള് DKയുടെ മക്കളും. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഓക്കെ, പോവാൻ. സോറി DK. ജ്യോതിയോട് ഞങ്ങളത് ചോദിക്കാൻ പാടില്ലായിരുന്നു. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഹരിപ്രിയയുടെ കാര്യത്തിൽ അവൾ ചെയ്ത തെറ്റിനാ ജ്യോതി ശിക്ഷിച്ചത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട്. അവര് ഞങ്ങളുടെ ഭാര്യമാരാ. പക്ഷേ ഇത് നമ്മുടെ വീടാ, അല്ലേടാ? പിന്നല്ലാതെ. ജ്യോതി, സോറി. സാരമില്ല. നിങ്ങൾ വാ വാ. ഇതാണ് കുടുംബം. അവർക്ക് കാര്യം മനസ്സിലാവും. എന്റെ ഹിറ്റ്ലറെ, ദേ ഒന്ന് ഞാൻ പറയാം. ഇവളുമാര് ഇനിയും ഇതുപോലെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് കാണിച്ചാ ഞാൻ അടിക്കുവേ. നല്ല അടി വെച്ചു കൊടുക്കും. ഞാനേ അവരുടെ അമ്മായിയമ്മയാ. ഇതെന്താ ഹിറ്റ്ലർ എന്നെ വിളിക്കുന്നത്? സാധാരണ അങ്ങനെ പതിവില്ലാത്തതാണല്ലോ. ഓഫീസിൽ പോയിട്ടൊരു വിളി. എന്തെങ്കിലും കുരിശായിരിക്കും, അല്ലാതെ ഈ കുശിനിക്കാരൻ എന്നെ വിളിക്കില്ല. എന്തായാലും എടുത്ത് നോക്കാം. ഹലോ, എന്താ കുശിനിക്കാരാ? ബേക്കറിക്കാരിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യം? എന്താണ്? കുശിനിക്കാരൻ ആകെ ഒരു സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? പറ്റിയതൊക്കെ തനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? എന്തോന്ന്? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഓ, ഒന്നും അറിയാത്തൊരു കുഞ്ഞ്. അതെ,
ഞാനിപ്പോ വിളിച്ചതേ നിന്നോട് കിന്നാരം പറയാനൊന്നുമല്ല. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തെങ്കിലും സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാന്ന് വെച്ചാ അപ്പ തുടങ്ങും. കാര്യം എന്താന്ന് വെച്ചാന്ന് വേഗം പറയണ്ടേ ഹിറ്റ്ലറെ? അതേ, തന്റെ അനുജത്തിയുടെ വിശേഷം അറിഞ്ഞോ താൻ? അതിപ്പോ നേരത്തെ അറിഞ്ഞതല്ലേ, ഇനിയിപ്പോ എന്താ പ്രത്യേകിച്ച് അറിയാൻ? ഇനിയാണ് പ്രത്യേകിച്ച് അറിയാനുള്ളത്. ഇപ്പോഴല്ലേ തന്റെ അനുജത്തി നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചത്. ഞെട്ടിച്ചെന്നോ? അവളെന്ത് ഞെട്ടിച്ചു? എടോ, അവളുടെ വയറ്റിൽ ഒന്നല്ല 2 കുഞ്ഞുങ്ങളാ ഉള്ളത്. എന്താ പറഞ്ഞേ? എടോ, തന്റെ അനുജത്തിക്ക് ഇരട്ട കുട്ടികളാ ജനിക്കാൻ പോകുന്നതെന്ന്. ഹലോ ബേക്കർക്കാരി, എടോ താനിത് എവിടെ പോയി? എന്താ തന്റെ ശബ്ദം നിലച്ചു പോയോ? സത്യാണോ ഹിറ്റ്ലറെ നിങ്ങൾ പറഞ്ഞേ? അവക്ക് ഇരട്ടക്കുട്ടികളാ? എന്റെ കണ്ണാ, അവൾ എന്തൊരു ഭാഗ്യവതിയല്ലേ? ഓ പിന്നെ. ഹലോ എടോ, താനിത് എവിടെ പോയി? തന്റെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഹിറ്റ്ലറെ. അയ്യോ, എനിക്ക് അവളെ ഒന്ന് കാണാൻ തോന്നുക. ആരെ? പ്രിയയോ? ആ അതെ. അനിയത്തിയാണെങ്കിലും ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയല്ലേ അവളെ കൊണ്ടു നടന്നേ. അവക്ക് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം. അവൾക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ എനിക്കിതിൽ പരം വേറെ എന്ത് സന്തോഷം വരാനാ കുശിനിക്കാരാ? ഇങ്ങനെ വല്ലവരുടെയും കാര്യത്തിൽ സന്തോഷിച്ചാൽ മാത്രം പോരാ. പിന്നെ പിന്നെ എന്ത് വേണം? ഹലോ, എന്താണ്? എനക്കൊന്നില്ലേ? ഹലോ, വെച്ചിട്ട് പോയോ? മമ്മി, പ്രിയമോൾ എവിടെ മമ്മി? ഓ, അതൊന്നും പറയാതിരിക്കുന്നേ ഭേദം. അവര് ഡോക്ടറെ കാണാൻ പോയതാ. അതുവഴി ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. എന്നിട്ട് അവര് വന്നില്ലേ? ഇല്ല, വന്നില്ല എന്ന് മാത്രമല്ല, ഡോക്ടറെ കണ്ടിട്ട് അതുവഴി നേരെ അങ്ങ് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഞങ്ങള് വരുന്ന കാര്യം മമ്മി അവളോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു. അത് മാത്രമല്ല, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചു. അതൊന്നും കഴിക്കാൻ പോലും കൂട്ടാക്കാതെയാ അവൻ അവളെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോയത്. അങ്കിളോടെ പോയി? കുറച്ചു നേരം മുമ്പേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരോ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് അവിടം വരെ ചെല്ലണമെന്നും പറഞ്ഞു. ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു? ആര്? അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഇപ്പം വരാന്ന് മാത്രം പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തിനാ വിളിച്ചെന്നല്ലോ പറഞ്ഞു? ഇല്ല, നിന്ന് നിപ്പിൽ ഉടുത്തൊരുങ്ങി വെപ്രാളത്തിലൊരൊറ്റ പോക്കായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ച് ഞാൻ പിന്നാലെ ചെന്നതാ. പക്ഷെ നിന്നില്ല. ഹിറ്റ്ലറെ ഒന്ന് വിളിച്ചു നോക്കിയേ. പോലീസല്ലേ, ഇനി വല്ല കേസിലും കൊടുക്കാനാണെന്ന് ആർക്കറിയാം? അങ്കിളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. മമ്മി വിഷമിക്കണ്ട. പിന്നെ ജയപ്രകാശിന് എന്തെങ്കിലും അത്യാവശ്യം ആയതുകൊണ്ടായിരിക്കും പോയത്. എന്താ അത്യാവശ്യം ഉണ്ടായാലെന്താ?
ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണമെങ്കിലും കഴിക്കണ്ടേ? അവക്ക് വിശേഷം ഉണ്ടായി കഴിഞ്ഞു ഇതുവരെ എന്റെ അടുത്ത് വന്ന് 2 ദിവസം തികച്ചു നിന്നിട്ടില്ല. ഗർഭിണിയായിരിക്കുന്ന മകളെ 2 ദിവസമെങ്കിലും നോക്കണമെന്ന് ഏതമ്മയ്ക്ക് ആഗ്രഹമില്ലാത്തത്? മമ്മി വിഷമിക്കാതെ. അവരങ്ങനെ മനഃപൂർവ്വം പോയതൊന്നും ആയിരിക്കില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്ന് കാണും. അല്ലെങ്കിൽ തന്നെ ജയപ്രകാശ് അങ്ങനെയൊന്നും പെരുമാറുന്ന ആളല്ലല്ലോ. ജയപ്രകാശ് അല്ലെന്നേ, അവന്റെ പെങ്ങളില്ലേ ആ ജയപ്രഭ. അവക്കിപ്പൊ പ്രിയമോളെ ഇങ്ങോട്ട് വിടുന്നത് ഇഷ്ടമേ അല്ല. ഒന്ന് കാണാൻ പെറ്റ തള്ളയ്ക്ക് ആഗ്രഹം ഉണ്ടാവുന്ന വിചാരം പോലും അവർക്കില്ല. മമ്മി ഇതൊന്നും കാര്യാക്കണ്ട. നമുക്ക് അങ്ങോട്ട് പോയി അവരെ കാണാം. ഇല്ല, ഞാൻ ഇനി എങ്ങോട്ടുമില്ല. എന്നെ കൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെപ്പിച്ചിട്ട് അതവര് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. ആന്റി, അതൊന്നും സാരമില്ല. ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ പോകൂ.